കൃഷ്ണ. ഇതെന്റെ മോനാണ്, അവന്റെ പേരാണ് ദർശു. ദർശു ഡിഫറെന്റ്ലി ഏബിൾഡ് ആണ്, ഈസ് ഓട്ടിസ്റ്റിക്. അപ്പോ ഞാൻ കുറച്ച് നാളുകളായി ഇവനെ എങ്ങനെയാണ് ഒന്നുകൂടെ അപ്ലിഫ്റ്റ് ചെയ്യേണ്ടത്, അപ്ഗ്രേഡ് ചെയ്യേണ്ടത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കിടക്കുന്നത്. പല ജിമ്മിനെ പറ്റിയിട്ടൊക്കെ നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് അപ്രോച്ച് ചെയ്യാനായിട്ട് പേടിയായിരുന്നു. കാരണം അവൻ എന്തായാലും കുറച്ച് ഡിഫറൻസ് ഉള്ള ഒരാളാണ്. അപ്പൊ അവനെ അക്കോമഡേറ്റ് ചെയ്യുന്ന, അവനെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പ്ലേസ് ആയിരിക്കണം അതെന്നാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളും കംഫർട്ടബിൾ ആയിരിക്കില്ല, അവനും കംഫർട്ടബിൾ ആയിരിക്കില്ല. മൊത്തത്തിൽ അതൊരു മെസ്സായി പോകും. നമ്മൾ ഉദ്ദേശിച്ചൊരു റിസൾട്ട് അവനിൽ കൊണ്ടുവരാൻ പറ്റില്ല. ഞാൻ കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ആ പേഷ്യൻസ് ലെവലിൽ ഉള്ള ഒരാളായിരിക്കണം അവനെ ട്രെയിൻ ചെയ്യണം എന്നുള്ളതും എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പൊ ഇങ്ങനെ അന്വേഷിച്ച് നമ്മളൊരു കാര്യത്തിനെ പറ്റി കൂടുതലായിട്ട് ആഗ്രഹിക്കുമ്പോൾ നമ്മളിലേക്ക് എത്തും എന്ന് പറയുന്ന ഒരു ഫീലാണ് എനിക്ക് ഉണ്ടായത്. ഒരു ദിവസം ഞാനും ദർശനും അവിടെ ചായ ക്ലബിൽ പോയപ്പോൾ ദർശുവിന്റെ ഞങ്ങൾക്കൊരു ഇൻസ്റ്റഗ്രാം ചാനലൊക്കെ ഉണ്ട്, ദർശു ആൻഡ് മോം എന്ന് പറഞ്ഞിട്ട്. യൂട്യൂബിലും ഉണ്ട്, ഫേസ്ബുക്കിലും ഉണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു ഫാമിലിനെ കണ്ടു. അവർ ഓടി വന്നു ദർശനെ കാണാനായിട്ട്. വളരെ സ്നേഹത്തോടു കൂടി ഞങ്ങളുടെ അടുത്ത് സംസാരിച്ചു. അപ്പൊ അവരാണ് എൻ്റെ അടുത്ത് ലയേഷിനെ കുറിച്ചിട്ടും എക്സ്ട്രീം ഫിറ്റ്നസിനെ കുറിച്ചിട്ടും എന്നോട് പറയുന്നത്. അപ്പോൾ തേടിയ വള്ളി കാലിൽ ചുറ്റാന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു ഫീലായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ ഒന്നും നോക്കിയില്ല. കാരണം ഇത്രയും ആത്മാർത്ഥമായിട്ട് നമ്മളെ ഫോളോ ചെയ്യുന്നത് ആൾക്കാർ വന്നിട്ട് ഇത്രയും സ്നേഹത്തോടു കൂടി അവനെ ഇത്രയും കൺസേണോടു കൂടി പറയുന്നത് നമ്മൾ ട്രസ്റ്റ് ആയിട്ട് തന്നെ ഏറ്റെടുക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നീട് ഞാൻ വേറെ ഒന്നും ചിന്തിച്ചില്ല. അന്ന് വൈകുന്നേരം തന്നെ ഞാൻ ദർശനെ ഇവിടെ കൊണ്ടുവരായിരുന്നു. ഇപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഇതിനിടയിൽ ഉണ്ടോന്ന് അറിയില്ല. ദർശു വാസ് വെരി ഹെസിറ്റന്റ് ടു ഇറ്റ്. അവന് ജിം എന്താണെന്ന് അറിയില്ല, അവിടുത്തെ ആക്ടിവിറ്റീസ് എന്താണെന്ന് അറിയില്ല, കാര്യങ്ങളൊന്നും അവൻ അറിയില്ല. അവന്റെ ഈ ഏജിനനുസരിച്ച് അപ്രോപ്രിയേറ്റ് അല്ല അവന്റെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത്. വന്നിട്ട് ഇപ്പൊ ഞങ്ങൾ ഏകദേശം ഒരു 1 month കംപ്ലീറ്റ് ചെയ്തു ഇപ്പൊ റീസെന്റ് ആയിട്ട്. അപ്പൊ സോ ഫാർ ഐ ഫീൽ സോ ഗുഡ്. അതിൽ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർശുവിന്റെയും കൂടെ ആക്സെപ്റ്റൻസ് അതിൽ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ പഴയ വീഡിയോസ് കണ്ടവർക്കറിയാം, അവൻ ഒരു മൺഡേ പോവില്ല, ട്യൂസ്ഡേ പോവില്ല, തേഴ്സ്ഡേ പോവില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നോണ്ടിരുന്നത്. ലാസ്റ്റ് ഡേ ഞാൻ തൃശ്ശൂർ പോയൊരു ദിവസം അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ എത്തില്ലേ? ഞാൻ എത്തില്ല, എന്നാ ഞാൻ ഒറ്റയ്ക്ക് പോക്കോളാന്ന് പറഞ്ഞിട്ട് അവൻ ബാഗ് എടുത്തിട്ട് ഒറ്റയ്ക്ക് വരെ ചെയ്തത്. സോ ഇറ്റ് ഷോസ് ദാറ്റ് ഹി ഡസന്റ് വാണ്ട് ടു മിസ് ദാറ്റ് പാർട്ട്. അപ്പൊ അവൻ അത്രയും എൻജോയ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളതാണ്. മനസ്സ് നിറഞ്ഞാൽ ആരും തന്നെ ലയേഷിനും ടീമിനും ദിവ്യടുത്തും ചിത്തിന്റെ അടുത്തും ഒക്കെ ഒരു താങ്ക് യു പറയാണ്. ബിക്കോസ് എന്നെ പോലുള്ള ഒരു പാരന്റിന് അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ, ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവുക പറയുന്നത് ഒരു വലിയൊരു ബ്ലെസ്സിങ് ആയിട്ടാണ്. ആൻഡ് അപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നവരൊക്കെ നമുക്ക് ഗോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐഡലിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്ന ഒരാളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ദോസ് ഹു ആർ വിത്ത് us അത് ഭയങ്കര ബ്ലെസ്സിങ് ആണ്. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം, മസിൽ വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നിരുന്നത്. ആദ്യ ദിവസം എനിക്ക് തോന്നുന്നു ഡംബൽസ് എടുത്തപ്പോ അയ്യോ മസിൽ വേണ്ട എന്ന് പറഞ്ഞിരുന്നവരാണ്. പക്ഷെ ഇപ്പൊ അവൻ ഭയങ്കര ഒബ്സസ്ഡ് ആണ്. ഇപ്പൊ അവൻ എന്റെ അടുത്ത് പറയും, ലയേഷായിട്ട് മസിലുണ്ട്, അവർക്ക് മസിലുണ്ട്, അപ്പൊ അവന് മസിൽ വേണമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊക്കെയാണ് അവനിൽ കാണുന്ന ചേഞ്ചസ്. സ്ലോലി ആണെങ്കിലും ഞാൻ ഒന്നിനും റഷ് ചെയ്യാറില്ല അവന്റെ കാര്യത്തിൽ. ബിക്കോസ് അവന്റേതായ പേസും ടൈമും ഒക്കെ വേണം. അപ്പോ ആ ടൈമിൽ സ്ലോലി അവരുടെ കൂടെ ഇവരുടെ അസിസ്റ്റൻസിൽ നമുക്ക് അവരിൽ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ്സ് കൊണ്ടുവരാൻ പറ്റും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ വരാനായിട്ട് ഹെസിറ്റന്റ് ഒരാള് ഇപ്പൊ വളരെ ഇഷ്ടത്തോടു കൂടി വരുന്ന ഒരു സിറ്റുവേഷൻ ആണ്. പിന്നെ ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ദ ഹോൾ ടീം ആൻഡ് ഹോൾ ക്രൂ വാസ് വിത്ത് us. അവന്റെ അടുത്ത് വളരെ ആക്സെപ്റ്റൻസോട് കൂടി ഞാൻ ഇന്നലെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടുന്ന് വൈകുന്നേരം പോയത്. ബിക്കോസ് നമുക്കറിയാം ജെന്യുവിൻ ആയിട്ട് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നതെന്നും വെറുതെ നമുക്കൊരു ഫേക്ക് ബേസിസ് വെച്ച് അപ്രോച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാം. ആൻഡ് ഇറ്റ് വാസ് ടു ഗുഡ് യെസ്റ്റർഡേ. ദർശുവിന് അങ്ങനെ ബിഹൈൻഡ് ദ സീൻസ് ഓഫ് ദ സെലിബ്രേഷൻ ഒന്നും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല. ആൻഡ് ദിസ് വാസ് ഫസ്റ്റ് വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ്. ആൻഡ് ഇറ്റ് വാസ് ട്രൂലി എന്താ പറയുക സെലിബ്രേഷൻ തന്നെയായിരുന്നു. ഇന്നലെ വൈകുന്നേരം നമ്മളിവിടെ വന്ന് ഈ പൂക്കളിടാനായാലും കട്ട് ചെയ്യാനായാലും ഇവരൊക്കെ കൂടി കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാനായാലും ഒക്കെ സാധിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ആൻഡ് ഇങ്ങനെ ഒരു ഓണാഘോഷം ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഇവരൊക്കെ ഓടി നടന്നിട്ടാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്. ബിഹൈൻഡ് ദ സീൻസിൽ ഉണ്ടായിരുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആൻഡ് താങ്ക് യു ഫോർ ഡൂയിങ് സച്ച് എ ഗുഡ് തിങ്. അത് എല്ലാ വർഷവും ഇതിനേക്കാളും ഗംഭീരമായിട്ട് ഇവിടെ നടത്താൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. ഒപ്പം ഞങ്ങളും ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും എന്തായാലും ഇത്രയും എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.